ഞങ്ങൾക്കുണ്ടായ നഷ്ടം ഈ പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ലെന്നറിയാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചാല് ഞങ്ങൾക്കും ദുഃഖമുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഞാൻ തന്നെ നേരിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാ പാർട്ടിക്ക് ഫുഡ് അയച്ചത്. പാർട്ടി സ്ഥലത്തും വളരെ ശ്രദ്ധിച്ചു തന്നെ എല്ലാം ചെയ്തത്. എന്നിട്ടും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. ഞങ്ങള് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ജ്യോതി, ചേച്ചി, നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല, ആരോ ചിലർ ചതിച്ചതാ. ആഹാരത്തിൽ വിഷം കലർത്തിയവരാരായാലും അവരെ വെറുതെ വിടില്ല. അയ്യോ, എന്റെ കാലേ! ഓ താരേ മായേ, ഓടിവയോ, എന്റെ കാല് പോയേ! ഓ എന്റെ കാലേ! എന്തു പറ്റി? അയ്യോ, എന്റെ കാല് പോയി. ഓ എന്തൊരു വേദനയാ! നീ എവിടെങ്കിലും വീണോ? അയ്യോ, അല്ല, അതൊന്നുമല്ല. ഞാനിവിടെ ചുമ്മാ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് എന്റെ കാലിനൊരു മസിൽ പിടുത്തം. ഒന്ന് തടവി താമായേ. ഇതെന്താ കുന്തം മിഴുങ്ങിയ പോലെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഒന്ന് കാല് തടവി തന്നൂടെ? ഞാൻ കരയണണ്ടില്ലേ? അയ്യോ, എനിക്ക് വയ്യായേ. അയ്യോ മായ, ഒന്ന് നോക്കമായേ. ചുമ്മാ ഇങ്ങനെ ഒന്ന് കുനുകുനുകുനു പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കാതെ. എന്റെ കാല് എവിടെ? ഈ കാല്. അയ്യോ, എന്റെ കാലേ! ഓ, നോക്കിക്കൊണ്ടിരിക്കാൻ തടവുമായേ. അല്ലല്ല, കുറച്ച് താഴെ, കുറച്ചുകൂടെ. അവിടെ തന്നെ. അയ്യോ, മര്യാദക്ക് ഞെക്കി ഒന്ന് തടവന്ന്. ഓ, കാല് പോയി. നീ ഇങ്ങനെ ചുമ്മാ കുന്തം പോലെ നിൽക്കണ്ട് ആ ഓയിലൊന്ന് എടുത്തിട്ട് വരുമോ? ഓ, എന്റെ അമ്മ എവിടെയായിരിക്കുന്നത്? അതിനകത്തുണ്ട്. എന്റെ അമ്മേ, കാലേ! ഒന്ന് പെട്ടെന്ന് അനങ്ങി എടുത്തോണ്ട് വരുവോ? ഇതാണോ? അതന്നെ. വേഗം. നീ ഒന്ന് തടവിക്കേ. മായച്ചി എന്ന് പറഞ്ഞു കൊടുക്കാതെ. അയ്യോ, എന്റെ ദൈവമേ, എന്റെ കാലേ! ആശാലതയെ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നു? ഞാൻ ആന്റിയോട് പറഞ്ഞായിരുന്നു. തൽക്കാലം വേറെ ആരോടും പറയേണ്ടെന്ന് പറഞ്ഞു. അങ്കിളിൽ നിന്ന് ജാമ്യം കിട്ടുന്ന കാര്യം ഞാൻ ജ്യോതിയോട് പോലും പറഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുക. അവിടെ ചെന്ന് കാണുമ്പോ അറിഞ്ഞാ മതി. അല്ല, അപ്പോ നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അമരാവതിയിലേക്കോ അതോ സരോവരത്തിലേക്കോ? ആദ്യം നമുക്ക് അമരാവതിയിലേക്ക് പോകാം, അത് കഴിഞ്ഞ് സരോവരത്തിലേക്ക്. അച്ഛൻ വന്ന ഉടനെ തിരിച്ചു വിളിപ്പിക്കാന്ന് ഞാൻ ആന്റിയോട് പറഞ്ഞിട്ടുണ്ട്. മോനൊന്ന് വിളിച്ച. എന്താ ചെയ്യാ? ആന്റി, ഇത് ഞാൻ അച്ഛന് കൊടുക്കാം. ആശാലതേ, സുധേട്ടാ, നീ എന്തിനാ കരയുന്നേ? ഞാൻ ഇറങ്ങിയില്ലേ, ഇനി ഒന്നും പേടിക്കാനില്ല.
ഞാനിനി നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ ജ്യോതി മോളെന്ന് കണ്ടിട്ട് നേരെ അങ്ങ് എത്തിക്കോളാം. എന്നിട്ട് വേണം നമുക്ക് രണ്ടുപേർക്കും കൂടി പ്രിയ മോളെടുത്തൊന്ന് പോവാൻ. അവളോട് നീ ഇപ്പൊ ഒന്നും പറയണ്ട, ചെല്ലും പറഞ്ഞാ മതി. ശരി സുധേട്ടാ. ആഹാ, അമ്മേ, സുധാരനാരെ ജാമ്യം കിട്ടിയോ? കിട്ടി പത്മാവതി അമ്മേ. ഓ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ഇപ്പൊ ചെറിയൊരാശ്വാസമുണ്ട്. എന്ന് വെച്ച് നിർത്തണ്ട, നിർത്തിയാ അപ്പ തുടങ്ങും. തിരുമിക്കോ. ആ തിരുമ നല്ലോണം അമർത്തി തടവങ്ങോട്ട്. ജ്യോതി, ദേ അച്ഛനെത്തി. അച്ഛനോ? എവിടെ? ദേ ഡിക്കിയുടെ താഴെയുണ്ട്. അവളുടെ കാലുവേദന. മോയച്ചി, അവള് നമ്മളെ പറ്റിച്ചതാ. വാ അച്ഛാ. ബാവാ, അതെ, വയറ്റിലുള്ള ബേബിക്ക് ഡേഞ്ചർ പറ്റിക്കാണോ ഡോക്ടർ? ഞാൻ നോക്കട്ടെ. ഡോക്ടറെ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് വീട്ടിൽ പോയാ മതിയായിരുന്നു. അത് താനാണോ തീരുമാനിക്കുന്നത്? യു ആർ എ പേഷ്യന്റ്, അണ്ടർസ്റ്റാൻഡ്? തന്റെ തോന്നലുകൾക്കനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ എന്തിനാ വെള്ള കോട്ടിട്ടോണ്ട് നിൽക്കുന്നത്? ആർ യു പ്രഗ്നന്റ്? ചോദിച്ചത് കേട്ടില്ലേ? പ്രഗ്നന്റ് ആണോന്ന്. അത് പിന്നെ ഞാൻ അന്ന് നോക്കിയപ്പോ. അതെ ഡോക്ടറെ, അവള് ഭയങ്കര പേടിക്കാരി. പേടിയൊക്കെ ഞങ്ങൾ മാറ്റിക്കോളാം. അവളുടെ വയറ്റിലെ കുഞ്ഞിന് കുഴപ്പമൊന്നും വരില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? ആഹാ. നിങ്ങളാണോ ഹസ്ബൻഡ്? അതെ. ഞാനൊന്ന് നോക്കട്ടെ. എല്ലാരും ഒന്ന് പുറത്തേക്ക് നിൽക്കൂ. അല്ല, എനിക്ക് പരിശോധിക്കേണ്ടെന്നും വേണ്ടായിരുന്നു. വാ മോനെ. അയ്യോ, എന്താ ഡോക്ടർ, കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏത് കുഞ്ഞ്? അതിന് ആ കുട്ടി പ്രഗ്നന്റ് അല്ലല്ലോ. ഡോക്ടർ, അവള് ഗർഭിണിയാണെന്നാ ഞങ്ങളെല്ലാം കരുതിയിരുന്നത്. നോ, ഒന്നുകിൽ ആ കുട്ടി നിങ്ങളെ പറ്റിച്ചതാ, അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയതാ. ആ കുട്ടി പ്രഗ്നന്റ് അല്ല. ഐ എം ഷുവർ. ലുക്ക് അറ്റ് ദി സ്കാനിംഗ് റിപ്പോർട്ട്. നിങ്ങൾ ഏത് ലാബിലാ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തത്? ഏത് ഡോക്ടറാ പറഞ്ഞത് പ്രഗ്നന്റ് ആണെന്ന്? അല്ല ഡോക്ടറെ, അവള് പലതവണ ഒമിറ്റ് ചെയ്തായിരുന്നു. ഒമിറ്റ് ചെയ്യുന്നതും തലകറങ്ങി വീഴുന്നതും ഒക്കെ പ്രഗ്നൻസി കൊണ്ടാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഒരുപക്ഷെ പീരീഡ്സ് ലേറ്റ് ആയിട്ടുണ്ടാവും. അതിനിടയിലായിരിക്കും ഒമിറ്റ് ചെയ്തതും മയങ്ങി വീണതും ഒക്കെ. അത് പ്രഗ്നൻസിയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. ഇടി കള്ളി, അപ്പൊ ഞാൻ കരുതിയിരുന്നത് തന്നെയാ ശരി. നീ ഞങ്ങളെല്ലാം പറ്റിക്കായിരുന്നു. മിസ്റ്റർ ഡി കെ, പ്രഗ്നന്റ് ആവാം, ആവാതിരിക്കാം, അതൊരു ഭാഗ്യമാണ്. പക്ഷേ നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഇതുവരെ ആ കുട്ടി പ്രഗ്നന്റ് ആണെന്ന് വിശ്വസിച്ചു കാണും. ബട്ട് യു നോ ഓൺ തിങ്, ഹ്യൂമൻ ബോഡി ഒരു മിസ്റ്റീരിയസ് തിങ് ആണ്. നമുക്ക് പരിചിതമല്ലാത്ത പലതും നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയെ ഹ്യൂമിലേറ്റ് ചെയ്യരുത്. അതിന്റെ പേരിൽ ഹെർട്ട് ചെയ്യരുത്. കെയറും കരുതലും നൽകണം. ഒരുപക്ഷെ റിയലായിട്ട് പ്രഗ്നന്റ് ആണെന്ന് ആ കുട്ടിയും തെറ്റിദ്ധരിച്ചതാണെങ്കിലോ? പ്രഗ്നൻസി ഇല്ലാന്നറിയുമ്പോൾ അതൊരു ഡിപ്രഷനായി മാറാൻ സാധ്യതയുണ്ട്. സോ കെയർഫുൾ. ആ കുട്ടിയെ വേദനിപ്പിക്കുന്ന ഒന്നും സംസാരിക്കരുത്. വീട്ടുകാരെയൊക്കെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. കുറച്ചു ദിവസം ഒരു കുഞ്ഞു വരാൻ പോകുന്ന സന്തോഷം നിങ്ങൾ എല്ലാവരും അനുഭവിച്ചു കാണും. നിങ്ങളത് ആഘോഷിച്ചും കാണും. ഇതുവരെ ഉണ്ടെന്ന് കരുതിയത് ഇല്ലാന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ബട്ട് ദിസ് ഈസ് ട്രൂത്ത്. ഷീ ഈസ് നോട്ട് പ്രഗ്നന്റ്. ടേക്ക് കെയർ ഓഫ് ഹെർ. ഓക്കെ?
ഡോക്ടർ സുഷമ നീ എങ്ങനെ പാട്ടിലാക്കിയത്? അതോ അത് ഞാൻ ചുമ്മാ കാലു പിടിച്ചു. നല്ല അസലായിട്ട് അങ്ങ് കരഞ്ഞു. പിന്നെ ഗർഭിണിയല്ലെന്നെങ്ങാനും പറഞ്ഞാ അവരുടെ പേരിൽ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവൂന്നങ്ങ് പറഞ്ഞു. പാവം പേടിച്ചു പോയി കാണും. എന്തിനാടി നീ ഇത്രയും വലിയ വഞ്ചന കാണിച്ചത്? വഞ്ചന കാണിച്ചത് ഞാനൊന്നും അല്ല, നിങ്ങളാ. ഞാനോ? അതെ. അവൻ എന്താടി നിന്നോട് ചെയ്തത്? ഈശ്വരം പൊറുക്കാത്ത പാപോ നീ ചെയ്തത്. ഈ മുറ്റത്തൊരു കുഞ്ഞു ഓടി കളിക്കുന്നത് കാണാൻ ഞാൻ എത്രമാത്രം കൊതിച്ചതാ. അതിനൊന്നും അമ്മ വിഷമിക്കണ്ട. ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ മുറ്റത്തോടി കളിക്കുക തന്നെ ചെയ്യും. ദാ എന്റെ മരുമക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടില്ലേ? മതി നിന്റെ പ്രസംഗം. ഇതിന് നല്ല ചുട്ടടിയാ നിനക്ക് തരേണ്ടത്. പത്മാവതിയമ്മേ, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. മോനെ, ഇതിന് നീ ഇവൾക്ക് എന്ത് ശിക്ഷ കൊടുത്താലും എനിക്കൊരു പരാതിയില്ല. ക്ഷമിക്കണം പത്മാവതിയമ്മേ, ഇങ്ങനെ ഒരുത്തിക്ക് ഞാൻ ജന്മം കൊടുത്തുപോയി. എന്നോട് ക്ഷമിക്കും. ഞാൻ ഇറങ്ങാം. അച്ഛാ, എന്നെ വിളിക്കണ്ട അങ്ങനെ. ഞാൻ ഈ കള്ളഗർഭം കെട്ടാൻ കാരണം എന്റെ ഈ ഭർത്താവ് തന്നെയാ. എന്നെ സ്നേഹിക്കാതെ അവഗണിച്ചു, ഒഴിവാക്കി. ഞാനിപ്പോഴും സോഫയിൽ അമ്മ കിടക്കുന്നേ. എന്റെ ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അമ്മ എന്നെ ആ കട്ടിലിൽ കിടത്തിയിട്ട് എത്ര നാളായി അമ്മയുടെ മകനോട് ചോദിച്ചു നോക്കിയേ. എന്റെ ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ ഞാനൊരു മണ്ടം ബുദ്ധി കാണിച്ചു. പലപ്പോഴും ഇതൊന്ന് തുറന്നു പറയണമെന്ന് തന്നെ വിചാരിച്ചതാ. പക്ഷെ പറ്റിയില്ല. അമ്മ സോറി അമ്മ. അമ്മയോട് മാത്രമേ എനിക്ക് ക്ഷമ പറയാനുള്ളൂ. ഈ മനസ്സ് വേദനിപ്പിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കുക. സോറി. DK എത്രയോ കാലം ഡിപ്രഷനിൽ ജീവിച്ച വ്യക്തിയാ. അതെ അമ്മ. സുപ്രിയ ആന്റി മരിച്ചപ്പോ എത്രയോ നാളാ മുറിയിൽ പുറത്തു പോലും ഇറങ്ങാണ്ട് ജീവിച്ച ആളാ. അതിനേക്കാളും വലിയ ഷോക്കായിരിക്കും DKക്ക് ഇത്. വെറുതെ വാശിക്ക് വേണ്ടി ജ്യോതിയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതല്ലാതെ DK ജ്യോതിയെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. ഇനിയും ഇത് കാരണം DK ഒരു ഡിപ്രഷനിലേക്ക് പോയാൽ കുറച്ചു ദിവസം DK അവളെ കാണാതിരിക്കുന്നതാ നല്ലത്. അതുകൊണ്ട് തൽക്കാലം അമ്മ ജ്യോതിയോട് സരോവരത്തിലേക്ക് തിരിച്ചു പോകാൻ പറയണം. അമ്മേ, ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാ മതി. നിങ്ങൾ പറഞ്ഞതല്ല ശരിയാ. എന്തു വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അവള് ചെയ്തത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാ. അതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചേ പറ്റൂ. യു ഗോ. ഐ തിങ്ക് ഇതില്ലെങ്കിലും അമ്മ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതാ നല്ലത്. ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു. ഇനിയല്ല അമ്മയുടെ ഇഷ്ടം. DKയുടെ ഭാര്യയായിട്ട് തുടരാൻ അവൾക്കിനി യോഗ്യതയുണ്ടോന്ന് അമ്മ തന്നെയൊന്ന് ആലോചിക്കേ. അല്ലെങ്കിൽ അമ്മയുടെ ലിറ്റിൽ കണ്ണനോട് തന്നെ ചോദിക്കേ. ഉത്തരം കണ്ണൻ പറയും. കണ്ണ, അവര് പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നെ നിന്നെ ചതിച്ചവളെ ഇനി ഇവിടെ താമസിപ്പിക്കണം. ആ കുഞ്ഞിന്റെ മുഖം നിന്റെ മുഖമായിട്ട് ഞാൻ സങ്കല്പിച്ചു പോയി എന്റെ കണ്ണ.
ചതിയായിരുന്നല്ലോ കണ്ണ, ചതി. എന്താ അമ്മ ഇത്? അവര് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അത് അവരുടെ മനസ്സിലിരിപ്പല്ലേ. അതിന് പിന്നിൽ അവർക്ക് അവരുടേതായ താല്പര്യങ്ങളും ഉണ്ട്. അപ്പോ അവളീ പറഞ്ഞതും കാണിച്ചതും അഭിനയിച്ചതും എല്ലാം ശരിയെന്നാണോ നീ പറയുന്നത്? ഒരിക്കലും അല്ലമ്മേ. പക്ഷെ അതിന് ഞാനും ഒരു കാരണക്കാരിയാ. അമ്മയും ഇവിടെയുള്ള എല്ലാവരും കാരണക്കാരാ. ഹരിപ്രിയയെ സുപ്രിയയാക്കി അവൾക്ക് മുന്നിൽ തെറ്റിദ്ധരിപ്പിച്ചതിൽ എല്ലാവർക്കും പങ്കുണ്ട്. ഉണ്ടക്കണ്ണമ്മച്ചനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ അഭിനയിച്ചത് തന്നെയാ. ആ ഇനി ഇതിന്റെ പേരിൽ എന്നെ ഉപദ്രവിക്കാനെങ്ങാനും വന്നാലുണ്ടല്ലോ, ഞാൻ വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്ത് നിങ്ങൾ അകത്താക്കും. നിങ്ങളുടെ അഹങ്കാരത്തിന്റെ ഒരു കൊമ്പൊടിക്കാൻ വേണ്ടി തന്നെയാ ഞാനിത് ചെയ്തത്. നിന്നെ പോലെ അഹങ്കാരി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എടി, മര്യാദ വേണം, അന്തസ് വേണം, ആത്മാഭിമാനം വേണം. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് താൻ ഗർഭിണിയാണെന്ന് കള്ളം പറയോ? ആരും പറയില്ല. പക്ഷെ നീ പറഞ്ഞു. എന്തിനാണ് നീ ഇങ്ങനെ കള്ളത്തിനെ പറഞ്ഞ് എല്ലാവരും പറ്റിച്ചത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. നിങ്ങൾ എന്നെ എന്തോ ചെയ്യും? എന്റെ പേരിൽ കേസ് കൊടുക്കുവോ? എന്നെ ജയിലിൽ കിടത്തുവോ? എന്നത്താ കേസ് കൊടുക്കുന്നേ? നെകളിക്കല്ലേ, വല്ലാണ്ടങ്ങ് നെകളിക്കല്ലേ. കിട്ടിയ സൗഭാഗ്യങ്ങളിൽ കൂടുതൽ അഹങ്കരിക്കരുത്. പിന്നെ ഒലക്കഴ മൂട സൗഭാഗ്യ. നിങ്ങളെ പോലൊരു മണങ്ങണാഞ്ചന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദമേ ഏതെങ്കിലും ട്രെയിൻ കൊണ്ടുപോയി തല വെക്കുന്നതാ. എന്നാ പോയി തല വെക്കണി, എനിക്ക് അത്രയെങ്കിലും ആശ്വാസം കിട്ടുമല്ലോ. അപ്പൊ അതാണല്ലേ മനസ്സിലിരിപ്പ്. സുപ്രിയ പോയപ്പോ ഞാൻ, ഇനി ഞാൻ പോയ ഹരിപ്രിയ. അതല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. അത് മോനങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. എന്തൊരു പൂതി. മുൻ ഭാര്യയുടെ അനിയത്തി ഇങ്ങോട്ട് വന്നപ്പോ മുതൽ എന്തായിരുന്നു ഒരു ഇളക്കം. അവളെ കുറിച്ച് അനാവശ്യം പറയരുത്. അയ്യോ പൊള്ളിയല്ലേ. അവളെ കുറിച്ച് പറഞ്ഞപ്പോ വേദനിച്ചല്ലേ. ഞാൻ അവളെ കുറിച്ചൊന്നും അല്ല പറഞ്ഞത്, നിങ്ങളെ കുറിച്ചാ. നിങ്ങളെ കുറിച്ച് മാത്രം. അവളെയും കൊണ്ട് ചുറ്റാൻ പോകുന്നു, പർച്ചേസിങ്ങിന് പോകുന്നു, പഴയ ഓർമ്മകളുടെ കൂടെ പോകുന്നു. എന്തൊക്കെയായിരുന്നു ബഹളം. ഓ എന്റെ ഭഗവാനെ, ഭാര്യയാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് പോലുമില്ല ചിന്തയില്ലാതെയാ രണ്ടുപേരും കൂടി ഇങ്ങനെ കണ്ണും കണ്ണും നോക്കിയിരിക്കുന്നത്. അനാവശ്യം പറയരുതെന്ന്. ഞാൻ നിന്റെ അമ്മയല്ല. ആയിരുന്നെങ്കിൽ നീ ഇതിനോട് ചെയ്യില്ലായിരുന്നു. അമ്മ തരുന്ന എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയുന്നതൊന്നും അമ്മ കേൾക്കണം. നോ, എനിക്കൊന്നും കേൾക്കണ്ട. തൂക്കിക്കൊല്ലാൻ പോകുന്ന കുറ്റവാളിയോട് പോലും അവസാനത്തെ ആഗ്രഹം എന്താന്ന് ചോദിക്കും. ഞാനാകെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. എനിക്കറിയാം അമ്മ, ഒരു കുഞ്ഞിനെ ഓമനിക്കാൻ അമ്മ ഒരുപാട് സ്വപ്നം കണ്ടതാ, പ്രാർത്ഥിച്ചതാ. പക്ഷെ ഞാൻ കള്ളം പറഞ്ഞ് അമ്മയെ ചതിച്ചു. അമ്മ ഇതെല്ലാം ആ ഹിറ്റ്ലറിന്റെ സ്നേഹം തിരികെ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതാ. എന്റെ ഒരു മണ്ടത്തരം. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാ ഞാൻ പറഞ്ഞ കള്ളത്തരത്തിന്റെ ഭാരം അതെത്ര വലുതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞ ഞാൻ പലവട്ടം ആലോചിച്ചതാ. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് പറ്റിയില്ല. തെറ്റ, എന്റെ മാത്രം തെറ്റ്. പറ്റിപ്പോയി.
എന്നോട് ക്ഷമിക്കമ്മേ. ഞാൻ വേണമെങ്കിൽ അമ്മയുടെ കാല്. ആരും എന്റെ കാലൊന്നും പിടിക്കൊന്നും വേണ്ട. എനിക്ക് നിന്റെ ഒരു കുമ്പസാരം കേൾക്കുക വേണ്ട. അങ്ങനെ പറയല്ലേ അമ്മ. ഈ വീട്ടിലെ ആകെയുള്ള ആശ്വാസം എനിക്ക് അമ്മയാ. അമ്മയും കൂടെ എന്നെ കൈവിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി ചത്തുകളയും. അമ്മയുടെ കണ്ണനാണ് സത്യം. ഭർത്താവിന്റെ സ്നേഹം കൊതിച്ച് ഒരു പാവം പെണ്ണിന്റെ മണ്ടത്തര അമ്മയ്ക്ക് ക്ഷമിക്കാനാവുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. എന്റെ അമ്മ മരിച്ചു പോയതുകൊണ്ടല്ലേ എനിക്കൊരു സങ്കടം പറയാൻ പോലും ആരുമില്ലാത്ത. എന്റെ പെറ്റമ്മയായിരുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കില്ലായിരുന്നോ? നീ എന്നെ ചീറ്റ് ചെയ്തു, എന്റെ മകനെ ചീറ്റ് ചെയ്തു. നിന്റെ മനസ്സിൽ ഞങ്ങളോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? അമ്മ, ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് പറ്റിപ്പോയി. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. മാപ്പ് പ്ലീസ്. ശരി, ഈ ഒരു തവണയും കൂടെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഇതുപോലെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് നീ ഞങ്ങളെ ചീറ്റ് ചെയ്താൽ നിന്റെ മൂക്കിടിച്ച് പത്തിക്കളഞ്ഞ. ആ പൊയ്ക്കോ. പൊട്ടിപ്പെണ്ണ. ദേവളമായിരുന്നു. അമ്മയുടെ കാല് പിടിക്കാൻ പോയതായിരിക്കും. ആണെങ്കിൽ നാണം ഉണ്ടോ നിനക്ക്? നാണോ അല്ലേ? ഇല്ല. എന്തേ? എങ്ങനെ കാണും? അത്രയ്ക്കുള്ള അഹങ്കാരം ഉണ്ടല്ലോ തലയില്. എനിക്ക് ഒരു അഹങ്കാരമില്ല. ഞാൻ ആരോട് അങ്ങനെ പെരുമാറിയിട്ടില്ലല്ലോ. സ്ത്രീകൾ പ്രഗ്നന്റ് ആവുന്നത് ഒരു കുടുംബത്തിന്റെ ഐശ്വര്യവും സന്തോഷവുമാണ്. ഓഹോ, എന്നിട്ട് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ മുഖത്ത് ഈ സന്തോഷമൊന്നും കണ്ടില്ലല്ലോ. അസൂയയും കുശുമ്പും മാത്രമായിരുന്നു രണ്ടുപേരുടെ മനസ്സില്. ഇതൊക്കെ നിങ്ങളുടെ മുഖത്ത് നിന്ന് ഞാൻ വായിച്ചെടുത്ത കാര്യങ്ങളാ. ഓഹോ, എന്നാ പിന്നെ അതൊരു ബുക്കിലേക്ക് പകർത്തി വെക്കാത്ത എന്തായിരുന്നു? അയ്യോ, ഞാനിതങ്ങ് മറന്നുപോയി കേട്ടോ. ഇനി അടുത്ത തവണ ആവട്ടെ, ബുക്കിൽ പകർത്തി വെച്ചിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. ആ മതി നിന്റെ കളിയാക്കല്. ഒരു വീടിനെയും അവിടെ ഉള്ളവരെയും മുഴുവൻ പറ്റിച്ചിട്ട് തമാശ പറയുന്നോ? അല്ല, നിങ്ങളിപ്പോ എന്തിനാ എന്നോട് വഴക്കിടാൻ വരുന്നേ? ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ പോയി അമ്മയോട് ക്ഷമ പറഞ്ഞിട്ടുണ്ട്. നിനക്കൊന്നും അതിലൊരു കാര്യമില്ല. നീ പിന്നെ ഗർഭിണിയാണെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചതാ. പറ്റിച്ചിട്ടുണ്ടെങ്കിലേ അതെന്റെ മിടുക്ക്. നിനക്കൊക്കെ എന്താ വയ്യായിരുന്നോ? ദേ, ഇതിന്റെ പേരിൽ എന്റെ നേരെ എങ്ങാനും വന്ന നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. നിന്റെ നോവ ഞാൻ പിഴുതെടുക്കും കേട്ടോ മരുമക്കളെ. ചില കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കേണ്ടി വരും. പിന്നെ ആരെയും കൊല്ലാനൊന്നും എനിക്ക് ഉദ്ദേശമൊന്നുമില്ലായിരുന്നു. അതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ സംഭവിച്ചു പോയതാണ്. 100ഓളം പേര് ആശുപത്രിയിൽ. രണ്ടുപേരുടെ ജീവൻ എടുത്തതിന് പിന്നിൽ നമ്മളാണെന്നെങ്ങാനും നാട്ടുകാരറിഞ്ഞ അവർ നമ്മളെ വച്ചേക്കില്ല. സാറേ, ഇതിന്ന് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം. അങ്ങനെ ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റിയ അവസ്ഥയല്ല ഇപ്പോ. നമ്മളെല്ലാം പെട്ടുപോയി. തൽക്കാലം പിടികൊടുക്കരുത്. അത് മാത്രമേ മാർഗമുള്ളൂ. എത്ര കാലം ഒളിച്ചു നടക്കും? DKയും കമ്മീഷണറും ഒക്കെ ഓടിപ്പാഞ്ഞ് നടക്കുക. ഏതു നിമിഷവും അവർ നമ്മളെ പൊക്കും. ഭയം അത് നമ്മളെ അപകടത്തിൽ കൊണ്ടുവന്നെത്തിക്കും. പേടിക്കാതെ പിന്നെ എന്ത് ചെയ്യും?
പോലീസാ പിന്നാലെ ഉള്ളത്. നമ്മുടെ ഫോണൊക്കെ അവരെപ്പോഴേ ട്രാക്ക് ചെയ്ത് കാണും. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. അഥവാ നമ്മളിൽ ആരെയെങ്കിലും പോലീസ് പിടിച്ചാൽ പരസ്പരം ഒറ്റിക്കൊടുക്കരുത്. പോലീസിന്റെ അടിയുടെ ചൂടറിയാലോ സാറിന്. കുഞ്ഞുനാളി കുടിച്ച അമ്മിഞ്ഞപ്പാൽ വരെ അവന്മാരടിച്ച് വെളിയിൽ കൊണ്ടുവരും. എന്നെ അടിച്ചാൽ ഞാൻ സാറിന്റെ പേര് പറയും. ചിലപ്പോ പഞ്ചസാര കലക്കി വെള്ളം വരെ കുടിപ്പിക്കും. 41 ദിവസം തയ്ക്കത്തില്ല. അതിനകം ആള് തട്ടിപ്പോവും. ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു. പേടിക്കാതെ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. തൽക്കാലം ഞാൻ പറയുന്നത് വരെ നിങ്ങൾ ഒളിവിൽ തന്നെ താമസിച്ചാൽ മതി. നിങ്ങളെ ഞാൻ രക്ഷിച്ചിരിക്കും. ഇവിടെ വച്ചിട്ട് നിന്റെ DK ഞാൻ ഇവിടെ വരുത്തും. എന്നിട്ട് അവൻ ഇവിടെ വച്ചൊരു നല്ല ഉഗ്രം പണി ഞാൻ കൊടുക്കും. അതിൽ നിന്നും രക്ഷപ്പെടാൻ നിന്റെ DKക്ക് ആകില്ല ജ്യോതിമ. ഓ അത് ശരി. അപ്പോ അവള് കയ്യിലുണ്ടെന്നും പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കാൻ ഇറങ്ങിയതാ അല്ലേ? ശരി, ഞാനങ്ങ് പേടിച്ചു പോയി കേട്ടോ. അപ്പൊ ശരി. ഏയ് ഇല്ല ജ്യോതിമ, എനിക്കറിയില്ലേ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ജ്യോതിമ പേടിക്കില്ല എന്ന്. അതുകൊണ്ട് ഞാൻ ദാ ഒരു ഫോട്ടോ ഇപ്പൊ അങ്ങോട്ട് അയച്ചുതരാം. നോക്കിക്കോ. ഹലോ വിഘ്നേഷ്, അവളെ ഒന്നും ചെയ്യരുത്. അവളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പോ ജ്യോതിമയ്ക്ക് സന്തോഷമായില്ലേ? ഹലോ ഹലോ നിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡില്ലേ ആ DK, അവനിവിടെ വരണമെങ്കിൽ നീ ഇവിടെ വേണമല്ലോ. അവനൊന്ന് വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. അവന് നിനക്ക് കഴിക്കാനോ കുടിക്കാനോ വല്ലതും വേണോ? വല്ല ജ്യൂസോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതി. അതല്ലാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന കാര്യം മോള് ചിന്തിക്കേ വേണ്ട. ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കണം. പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന ശീലം എനിക്കില്ല. അപ്പൊ പിന്നെ എന്നോട് ഈ കാണിക്കുന്നതോ? ഇത് ഉപദ്രവമല്ലേ? അയ്യോ, ഇത് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു മുൻകരുതൽ. ഹരിപ്രിയെ ഉപദ്രവിക്കാനായിരുന്നെങ്കിൽ എനിക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു. സ്ത്രീകളോട് അന്തസ്സായിട്ട് പെരുമാറണമെന്നാ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണോ നിങ്ങളുടെ അമ്മ പഠിപ്പിച്ച അന്തസ്സുള്ള പെരുമാറ്റം? ഒന്ന് സമാധാനപ്പെട്. ആ DK ഇല്ലേ, ഒന്നിങ്ങി വന്നോട്ടെ. അപ്പൊ എങ്ങനെയാ? DK വിളിക്കട്ടെ? വരട്ടെ മൂർത്തി. ആയിരിക്കും. പ്രഗ്നൻസി അങ്ങനെ ഒരു ഐഡിയ ആയിരുന്നല്ലോ. ഇവള് പറഞ്ഞത് വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്ത ബാക്കിയുള്ളൊരു ശശിയായി. നിനക്ക് അത് തന്നെ വേണം. ഇവളുടെ കള്ളഗർഭത്തിന്റെ കഥയ്ക്ക് കുട പിടിച്ച് നടന്നവളല്ലേ നീ. നിനക്ക് ഇത് തന്നെ കിട്ടണം. അതൊക്കെ അവിടെ നിക്കട്ടെ. കഴിഞ്ഞ സ്റ്റോറി പറഞ്ഞ് ആരും കുത്തി നോവിക്കാൻ നിക്കണ്ട. പക്ഷേ പഴയതുപോലെ നിന്നെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല. നീ എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നു എന്നൊക്കെ ഞങ്ങൾക്കും അറിഞ്ഞേ പറ്റൂ. അതെ അമ്മേ, അമ്മ പറഞ്ഞതാ ശരി. നീ അത് പറഞ്ഞിട്ട് പോയാ മതി. DKയോട് പറഞ്ഞിട്ടാണ് പോകുന്നേ? അല്ല. അതെന്താ, പറയണ്ടെന്നാണോ? എനിക്ക് നിങ്ങളോട് ഇപ്പൊ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. എനിക്കിപ്പോ പോയേ പറ്റൂ. അമ്മ ദയവ് ചെയ്തെന്നെ തടയരുതെന്ന് ഇവരോടൊന്ന് പറയണം. മായേ, എവിടെയാ പോകുന്നെന്ന് പറയാതെ ഇവളെ ഇവിടുന്ന് പുറത്തേക്ക് വിടണ്ട.
ബൈസ്റ്റാൻഡേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ഓക്കെ. നിങ്ങളല്ല കുട്ടിയെ കൊണ്ടുവന്നത്? അതെ. എങ്ങനെയുണ്ട് സിസ്റ്റർ? ബോധം തെളിഞ്ഞിട്ടുണ്ട്. ആ കുട്ടി വേറെ വല്ല ട്രീറ്റ്മെന്റിലായിരുന്നോ? അറിയില്ല. ജ്യോതി, അവൾക്ക് എന്താ പറ്റിയേ? അത് ആരാ ഇത്? ഇത് ഹരിപ്രയുടെ ബന്ധു. ഇത് അവളുടെ ട്രീറ്റ്മെന്റ് പേപ്പേഴ്സ്. നിങ്ങൾ അവിടെ നിൽക്ക്. ആ. അതെ, ഫാർമസിന്ന് മരുന്ന് വേഗം വാങ്ങിട്ട് വാ. ഞാൻ ഈ കോയിനൊന്ന് ടോസ് ചെയ്ത് നോക്കിക്കോട്ടെ. എന്തിന്? നിങ്ങളെ ഹരിപ്രിയാണോ സുപ്രിയാണോ എന്ന് കണ്ണൻ തന്നെ പറയട്ടെ. ഇതേ സ്കൂളിൽ വെച്ച് പഠിച്ചൊരു കളിയാ, തെറ്റത്തില്ല. ഹെഡ് വന്ന സുപ്രിയ, ടെയില് വന്ന ഹരിപ്രിയ. പക്ഷെ ഇനി ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ സുപ്രിയാണെന്നുള്ള കാര്യം ഒരിക്കലും DK അറിയരുത്. DK മാത്രമല്ല, മറ്റാരും. നീ എനിക്ക് വാക്ക് തരണം. സുപ്രിയ വന്നതും പോയതും നീ മാത്രമേ അറിയാവൂ. ഇല്ലെങ്കിൽ നിന്റെ ജീവിതം തകരും. ഇതുവരെ നീ എവിടെയായിരുന്നു? എന്തുകൊണ്ട് ഇത്രയും കാലം നീ വന്നില്ല? പറയാം, എല്ലാം വിശദമായി പറയാം. DKക്ക് നിന്നെ ജീവന എന്നോട് പറഞ്ഞിട്ടുണ്ട് പലവട്ടം. അതിനേക്കാൾ സ്നേഹം നിന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി DKയുടെ ലൈഫിൽ നീ മാത്രം മതി. പക്ഷെ ഈ സത്യം ഞാനും നീയും അല്ലാതെ മറ്റാരും അറിയരുത്. DKയുടെ മുന്നിൽ ഞാൻ എന്നും ഹരിപ്രിയയായിരിക്കും. പൗർണമി, നിനക്ക് തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ജ്യോതിയോട് സത്യം പറയേണ്ടി വന്നു. നമുക്ക് തിരിച്ചു പോവാം ബാംഗ്ലൂരിലേക്ക്. ഡോക്ടർമാരുമായി ഞാൻ സംസാരിച്ചു. എത്രയും വേഗം നിന്നെ അവിടെ എത്തിക്കാനാണ് അവര് പറയുന്നത്. വേണ്ട പൗർണമി, ഞാനിനി എങ്ങോട്ടും ഇല്ല. പിന്നെ DKയുടെ അടുത്ത് ഇനിയുള്ള കാലം എനിക്ക് ജീവിച്ച് മരിക്കണം. അപ്പൊ ജ്യോതിയോ? അവൾ അതിന് സമ്മതിക്കോ? എത്ര നാൾ ഇങ്ങനെ എല്ലാം മറച്ചു വെക്കാൻ സാധിക്കും? ജ്യോതി വിചാരിച്ച അതിന് സാധിക്കും. ഇനി അവളുടെ ദയയാണ് എനിക്ക് വേണ്ടത്.
അത് നടക്കില്ല. നിന്നെ തിരിച്ചു കൊണ്ടുപോയേ പറ്റൂ. എനിക്കിവിടെ ജീവിച്ച് മതിയായില്ല പൗർണമി. ജ്യോതിയെ നീ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. മരിക്കാൻ പോകുന്നവളുടെ അവസാനത്തെ യാചനയാണ്. കുറച്ച് ദിവസങ്ങൾ അത് മാത്രമേ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നുള്ളൂ. അത്രയും ദയെങ്കിലും ജ്യോതി എന്നോട് കാണിക്കില്ലേ?